അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റിയുടെ ലീക്ഡ് സ്ക്രിപ്റ്റ് എക്സ്പ്ലനേഷന്റെ അവസാനത്തെ പാർട്ടിലേക്കാണ്. സോ നീട്ടിക്കൊണ്ട് പോകണമെന്നൊരു താല്പര്യമില്ലായിരുന്നു, പക്ഷേ വീഡിയോയുടെ ഡ്യൂറേഷൻ 4-5 മിനിറ്റ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിയാൻ സാധിക്കും. അതുപോലെ കുറച്ച് എൻഗേജിങ് ആയി. സോ 20 മിനിറ്റ് 18 മിനിറ്റ് വരെ നീട്ടിയിടുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ വേണം നീട്ടിയിടുകയും ചെയ്യാം, പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കാരണം ആരും അത്രയും നേരം ഒന്നിരുന്ന് കാണത്തില്ല. 4-5 മിനിറ്റ് ഒക്കെ വെച്ചിടുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടു തീർക്കാൻ സാധിക്കും. ഒരു 2x ഇട്ടാലും പെട്ടെന്ന്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മുമ്പത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് ഓടിപ്പോയി കണ്ടിട്ട് വരിക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സോ ബിയോണ്ട് വേഴ്സ് ഇരിക്കുന്ന ക്യാമിനെയാണ് കാണിക്കുന്നത്. അവിടെ പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ക്ലോൺസ് ഒക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥ നിൽക്കുക. പെട്ടെന്നാണ് പുള്ളിയുടെ മൈൻഡിലേക്ക് കുറച്ച് മെമ്മറീസ് ഇങ്ങനെ ഫേഡ് ഔട്ട് ആകുന്നത്. അതായത് പുള്ളിയുടെ പഴയ കാല മെമ്മറീസ്. അതാണ് ക്യാങ്ങിന്റെ ആ ഡാർക്ക്. ക്യാങ്ങിന് ചെറുപ്പകാലത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേര് റബോണ. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ റിലേഷൻഷിപ്പിലേക്കായി. അവർക്ക് പിന്നെ ഒരു കുട്ടിയുണ്ട്. ക്യാങ്ങിനെ സംബന്ധിച്ച് പുള്ളിക്ക് ആ ഒരു ലോകം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ക്യാങ് കൗൺസിൽ വേൾഡ് ടേക്ക് ഓവർ ചെയ്യാന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെ വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ലോകം ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ലോകവും നശിപ്പിച്ചിട്ട് ഒന്നേന്ന് തുടങ്ങണം. ആ ലോകത്തിൽ നമ്മുടെ ക്യാങ്ങിന്റെ യൂണിവേഴ്സ്. സോ ക്യാങ് ഇതിൽ അറിഞ്ഞതിന് ശേഷം ഇമോർട്ടസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അവിടെ വെച്ചിട്ട് നമ്മുടെ ക്യാങ് പറയാണ്, നീ എന്നെ എന്തുപോലെ ചെയ്തോ, പക്ഷേ എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുതെന്ന്. ഇത് അറിഞ്ഞുടനെ നമ്മുടെ ഇമോർട്ടസ് ആദ്യം തന്നെ ചെയ്തത് പുള്ളിയുടെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാന്നുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ട് പുള്ളിയെ മാത്രം കൊന്നില്ലെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. ബേസിക്കലി റവോണ പ്രഗ്നന്റ് ആയിരുന്നു. അവരുടെ കുഞ്ഞ് വയറ്റിലായിരുന്നു. ആ കുഞ്ഞിനെയും ആ റവോണയും കെട്ടിത്തൂക്കിയാണ് നമ്മുടെ ഇമോർട്ടസ് കൊന്നത്. സോ അത്രയ്ക്കും ഡാർക്ക്. മാത്രമല്ല ടൈം ജെറ നശിപ്പിച്ചിട്ട് ഇതുങ്ങളെ കോണ്ടറിലെല്ലാം കണ്ട് കിളിപോയ നമ്മുടെ ക്യാങ് പറയാണ്, ഞാൻ ഇതിലെല്ലാം പകരം ചോദിക്കൂടാ. അവിടെ സീൻ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ തിരിച്ച് ബിയോണ്ട് വേഴ്സിലേക്ക് വരികയാണ്. അവിടെ ക്യാങ്ങിന് പുള്ളിയുടെ ക്ലോൺസിനെ ഒരു കൺട്രോൾ കിട്ടുകയാണ്. അങ്ങനെ പുള്ളി ആ ക്ലോൺസിനെ എല്ലാം കൺട്രോൾ ചെയ്യും. ശേഷം പുള്ളി കൺട്രോൾ വന്ന ക്യാങ്സിന്റെ ഒരു ആർമി പോലെ സെറ്റ് ചെയ്തിട്ട് ബിയോണ്ടർ ക്യാങ് എന്ന് പറഞ്ഞൊരു പവർഫുൾ ക്യാരക്ടറെ മാറുകയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്തതിനു ശേഷം അയൺ ബങ്കർ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ അവഞ്ചേഴ്സിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുള്ളൂ. അവർ പരസ്പരം നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഇമ്മോർട്ടസ് ക്യാങ് കയറി വരുന്നത്. ഇമ്മോർട്ടസ് വന്നതിന് ശേഷം പുള്ളി ക്യാപ്റ്റൻ ഫാൽക്കനെ കാണുകയാണ്. ക്യാപ്റ്റൻ ഫാൽക്കനെ അടുത്ത് പുള്ളി പറയുകയാണ്, അതല്ല പറഞ്ഞത്. പുള്ളി പറഞ്ഞത്, നീ ആള് കൊള്ളാലോ, നീ ഭയങ്കര സ്മാർട്ടാണ്, നീ നിനക്ക് നല്ല പവർഫുൾ ആണ്. അത് മാത്രമല്ല ഞാൻ കുറച്ച് പവേഴ്സ് തന്നാൽ നീ ഓവർ പവർഫുൾ ആയി പോകും. അതുകൊണ്ട് നീ എൻ്റെ ആളായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ മന്ത്രിയാകാം. ഞാൻ ആ റാണാട്ടക്കിനെ എടുത്ത് തോട്ടിക്കളയാന്നൊക്കെ പറയാണ്. ഇത് കേട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഫാൽക്കൻ 1 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം പറയാണ്, ഈ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഷീൽഡ് ഉണ്ടല്ലോ, ഇത് കുഞ്ഞു കളിക്കുന്ന സാധനമല്ല. ഇത് തന്ന ആളും ഈ കയ്യിരിക്കുന്ന സാധനത്തിനോടും എനിക്ക് എന്നും നന്ദിയും കൂറും കടപ്പാടുമുണ്ട്. അതുകൊണ്ട് ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞ എല്ലാ അവഞ്ചേഴ്സും ഒരുപോലെ ഫൈറ്റ് ചെയ്യുക. പെട്ടെന്നുള്ള അടിയായതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാങ് 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി. പക്ഷേ പുള്ളി പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിട്ട് എല്ലാത്തിനും എടുത്തിട്ട് നമ്മുടെ ഷാങ്കി പുള്ളിയുടെ 10 റിങ്സ് വെച്ച് മാക്സിമം പവർ ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ഇമോർട്ടസ് നെഗാബാൻഡ് യൂസ് ചെയ്തിട്ട് ഒറ്റ സ്ട്രൈക്കിൽ തന്നെ നമ്മുടെ ഷാങ്ജി മരിച്ചുപോയി. അതാണ് നെഗാബാൻസ് നേരാവണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ പവർഫുൾ ദാൻ 10 റിങ്സ്. അങ്ങനെ ഇമോർട്ടസിന് ആ 10 റിങ്സും കിട്ടിയെന്ന് പറഞ്ഞ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ സാധനം പെട്ടെന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് തെന്നി മണ്ടയ്ക്കോട്ട് പോവുകയാണ്. മണ്ടയ്ക്കോട്ട് നോക്കിയപ്പം അതാ സാക്ഷാൽ നമ്മുടെ സ്വന്തം ബിയോണ്ടർ ക്യാങ് അവിടെ നിൽക്കുകയാണ്. ഇനിയാണ് മൾട്ടിവേഴ്സ് ബാറ്റിൽ തുടങ്ങുന്നത്. ഇവരുടെ ഓരോ അടിയും, അതായത് ഇമോർട്ടസും നമ്മുടെ ക്യാങ്ങും തമ്മിലുള്ള ഓരോ അടിയും ഓരോ മൾട്ടിവേഴ്സിൽ ഇങ്ങനെ പോവാണ്. ലൈക്ക് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൽ കണ്ടില്ലേ, അതുപോലെ. പക്ഷെ പ്രശ്നം ഇവരുടെ ഓരോ അടിയിലും ഓരോ മൾട്ടിവേഴ്സ് പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മൾട്ടിവേഴ്സ് ട്രീ തന്നെ മൊത്തത്തിൽ ഒരുമാതിരി നശിച്ചു പോവാണ്. നമ്മുടെ ലോക്കി ഒത്തിരി കഷ്ടപ്പെട്ടാണ് അത് പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ഇവരുടെ ബാറ്റിൽ നമ്മുടെ 616 യൂണിവേഴ്സ് നശിക്കുമെന്ന് മനസ്സിലായ ഉടനെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ അവരുടെ ലൈഫ് റാഫ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ജീവനുകളെല്ലാം രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അവഞ്ചേഴ്സിൽ ഇപ്പോൾ ബാക്കി ആകെപ്പാടുള്ളത് സ്പൈഡർമാനും മിസ് മാർവലും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം കുറച്ച് ആങ്കർ ബീങ്സ് ഇവരെ എല്ലാവരെയും കൂടെ കൊണ്ട് ടി-വിയിൽ കൊണ്ടിറക്കുകയാണ്. പക്ഷേ ഇവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇങ്ങനെ കണ്ടിരിക്കുക. ഇവരുടെ ഈ ഫൈറ്റ് കൊണ്ട് തന്നെ ഈ മൾട്ടിവേഴ്സ് ട്രിപ്പ് പെട്ടെന്ന് തന്നെ അൺസ്റ്റേബിൾ ആവുകയും പെട്ടെന്ന് തന്നെ ഇത് വരുമ്പോഴത്തേക്ക് വല്ലാണ്ടാവുകയും ചെയ്യുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ക്യാങ്ങും നമ്മുടെ ഇമോർട്ടസും കൂടെ അവിടെ പൊരിഞ്ഞടി. ഇപ്പോൾ ഇവരുടെ ഫൈറ്റ് ഈ ട്രീയുടെ അടുത്താണ്. അതിനുശേഷം നമ്മുടെ ഇമോർട്ടസിന്റെ കഴുത്തിൽ നമ്മുടെ ക്യാങ് ഈ മൾട്ടിവേഴ്സ് ട്രീയുടെ ഒരു ബ്രാഞ്ച് കറക്കി വലിച്ച് പുള്ളി ഞെരിച്ച് കൊല്ലുകയാണ്. ശേഷം ക്യാങ് ലോക്കിയുടെ അടുത്ത് പോയി ഇതൊന്നും ഇങ്ങനെ അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ പവറും കൂടെ അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കര പവർഫുൾ ആവും. അങ്ങനെ ഈ മൾട്ടിവേഴ്സ് ഓരോന്നും നശിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ പവേഴ്സ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്ക് വേണ്ട രീതിയിൽ മൾട്ടിവേഴ്സിനെ റീഅറേഞ്ച് ചെയ്തിട്ട് വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ശേഷം പുള്ളിയുടെ കയ്യിലുള്ള 10 റിങ്സും നെഗാബാൻസും കൂടെ ചേർത്തിട്ട് ഒരു പുതിയ ഡിവൈസ് ഉണ്ടാക്കി അത് വെച്ച് നശിക്കാറായ ലോകത്തെ കൂട്ടി ഒരു പുതിയ യൂണിവേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പുതിയ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൽ 616 ഉണ്ട്, 838 ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സ്. ശേഷം ആ ലോകത്തിന് പുള്ളി ബാറ്റിൽ വേൾഡ് എന്ന് പേരിടുക. ശേഷം അവിടുത്തെ ആൾക്കാരുടെ മെമ്മറീസ് ഒക്കെ വാഷ് ഔട്ട് ചെയ്തതിനു ശേഷം അവരെ എല്ലാവരെയും ക്യാങ് ഒരു ദൈവമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷെ നിലവിൽ ടി-വിയിലുള്ള ആങ്കർ ബീയിങ്സിനും ബാക്കിയുള്ള അവഞ്ചേഴ്സിനും പുള്ളി കാണിച്ചിട്ടുള്ള വേലത്തരങ്ങളെല്ലാം അറിയും. അതുകൊണ്ട് തന്നെ ക്യാങ് അവരെ എല്ലാം പിടിച്ചിട്ട് ഒരു തുരങ്കിലടിക്കും. ശേഷം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ റോസാ പൂന്തോട്ടത്തിലേക്ക് പുള്ളി പോവാണ്. അവിടെ പുള്ളി ഒരു ഗേളിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരായിരുന്നില്ല, റവോണയായിരുന്നു. റവോണയുടെ കയ്യിൽ പുള്ളിയുടെ ബേബി ഉണ്ടായിരുന്നു. ശേഷം റവോണ ക്യാങ്ങിന്റെ അടുത്ത് പറയാണ്, ഇതായിരുന്നല്ലേ നമ്മൾ സ്വപ്നം കണ്ട ലോകം, എന്നും ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ക്യാങ് പറയാണ്, നമ്മുടെ അന്ത്യം വരെ ഈ ലോകം ഇങ്ങനെ തന്നെ ആയിരിക്കും. ശേഷം സ്ക്രീൻ ബ്ലാങ്ക് ഔട്ട് ആവുന്നു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ക്യാങ് വളരെയധികം അസ്വസ്ഥനാണ്. എന്താണ് പുള്ളിക്ക് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. പുള്ളി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് നടക്കുകയാണ്. റവോണയ്ക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. റവോണ ക്യാങ്ങിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി ചേട്ടാ, എന്തുവാ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ പറയാണ്, ഈ ബാറ്റിൽ വേൾഡിനെ നാനാവിശേഷമാക്കാൻ സാധിക്കുന്ന ഒരുത്തിന് ഇവിടേക്ക് വരികയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അവനിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നശിക്കും. അത് മാത്രമല്ല നമ്മുടെ ലോകമാണിത്,
അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവനെ തടയാൻ സാധിക്കില്ല. എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ ഈ അങ്ങും ഇല്ലാത്ത സംസാരം കേട്ട് റെബോണ ചോദിക്കുകയാണ്, ഹൂ ഇസ് ദാറ്റ്, ആരാണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭയത്തിന്റെ സ്വരത്തിൽ പറയാണ്, ഇറ്റ്സ് വിക്ടർ. വിക്ടർ വോണ്ട് ഡു.